അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ ദേശീയ തലത്തിൽ ബിജെപിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. പുണ്യക്ഷേത്രത്തിന്റെ പേരിൽ പോലും അഴിമതി നടന്നുവെന്ന ആരോപണം കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായയെ സാരമായി ബാധിച്ചിരുന്നു. എന്നാൽ ഈ അയോധ്യ കൊള്ളയ്ക്ക് പിന്നാലെ ഇപ്പോൾ കേരളത്തിലെ ബിജെപി ഘടകവും സമാനമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളിൽ മുങ്ങിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ അത് ക്ഷേത്ര നിർമ്മാണ ഫണ്ടാണെങ്കിൽ കേരളത്തിൽ അത് പാർട്ടി ഫണ്ട് തട്ടിപ്പാണ്. കേരളത്തിലെ ബിജെപിയുടെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയെന്ന ഗൗരവകരമായ ആരോപണമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരിക്കുന്നത്. ഇതിൽ പ്രധാന പ്രതിസ്ഥാനത്തുള്ളത് ബിജെപി സംസ്ഥാന സെക്രട്ടറി MP അഞ്ജന രഞ്ജിത്താണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയുടെ കോടാനുകൂടി വരുന്ന ഫണ്ട് കൈകാര്യം ചെയ്തിരുന്ന പ്രധാനി അഞ്ജനയായിരുന്നു. എന്നാൽ ഏകദേശം 1.5 കോടി രൂപ ഇവർ സ്വന്തം ആവശ്യത്തിനായി വകമാറ്റിയെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. സംഭവം ഗൗരവകരമായതോടെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ നേതൃത്വം അടിയന്തര നടപടികളിലേക്ക് കടന്നു. അഞ്ജനയെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ചുമതലയിൽ നിന്നും നീക്കം ചെയ്തു. തട്ടിയെടുത്ത 1.5 കോടി രൂപ തിരികെ അടയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നും നേതൃത്വം അന്ത്യശാസനം നൽകുകയും ചെയ്തു. എന്നാൽ ഈ തട്ടിപ്പ് അഞ്ജനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഏകദേശം 12 കോടി രൂപയുടെ വലിയൊരു സാമ്പത്തിക തിരിമറി പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടെന്നും അഞ്ജന ഇതിലെ ഒരു കണ്ണി മാത്രമാണെന്നുമാണ് വിവരം. അഞ്ജനയ്ക്ക് പുറമെ മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന സമിതി അംഗം പങ്ങാപ്പാറ രാജീവ് എന്നിവരെയും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഈ കൊള്ള പുറത്തു വന്നത്. ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ ഓഡിറ്റിംഗ് ടീം സംസ്ഥാനത്ത് നടത്തിയ കർശന പരിശോധനയിലാണ് ഫണ്ട് തിരിമറി തെളിഞ്ഞത്. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കേന്ദ്രം അയച്ച പണം കൊണ്ടുവന്ന പെട്ടികൾ വരെ കാണാതായിട്ടുണ്ട് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അയോധ്യയിലെ തട്ടിപ്പ് വിവാദമായ പശ്ചാത്തലത്തിൽ കേരളത്തിലും അത്തരമൊരു ഓഡിറ്റിംഗ് അനിവാര്യമാണെന്ന് കേന്ദ്രം തീരുമാനിച്ചതാകാം. പക്ഷേ ആ മുൻകരുതൽ പരിശോധനയിൽ കേന്ദ്ര നേതൃത്വം പോലും പ്രതീക്ഷിക്കാത്ത വലിയ തട്ടിപ്പാണ് കണ്ടെത്തിയത്. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി K സുരേന്ദ്രൻ തുടരുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമും പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഈ കാലയളവിലാണ് അഞ്ജനയ്ക്ക് പ്രധാന ചുമതലകൾ ലഭിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടെ ഫണ്ട് തട്ടിപ്പ് മുൻനിർത്തി ബിജെപിക്കെതിരെ ഏറ്റവും വലിയ പരിഹാസവുമായി മുൻ ബിജെപി നേതാവും നിലവിൽ കോൺഗ്രസ് MLAയുമായ സന്ദീപ് വാര്യരും രംഗത്തെത്തി. അയോധ്യയിലെ ഫണ്ട് തട്ടിപ്പിനെ കേരളത്തിലെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു സന്ദീപിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഒരു കുഞ്ഞ് രാമക്ഷേത്രം ഇവിടെയും ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ബിജെപി നേതാക്കൾ പാർട്ടി ഫണ്ട് മോഷ്ടിക്കാൻ നടക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് അടിച്ചുമാറ്റി ജീവിക്കുമായിരുന്നില്ലേ എന്നായിരുന്നു സന്ദീപിന്റെ പരിഹാസം. കേന്ദ്ര നേതൃത്വമാണ് ഈ കൊള്ളയ്ക്ക് ഉത്തരവാദിയെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ സന്ദീപ് വാര്യരുടെ വിമർശനങ്ങൾക്കെതിരെ മറ്റൊരു വിഭാഗവും രംഗത്തുണ്ട്. ഇപ്പോൾ ബിജെപി വിമർശിക്കുന്ന സന്ദീപ് വാര്യർ ഇതേ പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ആളാണെന്നും അന്നില്ലാത്ത വിശുദ്ധി ഇപ്പോൾ നടിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ ബിജെപിയുടെ മുൻ സംസ്ഥാന വക്താവും തീപ്പൊരി നേതാവുമായിരുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ ബിജെപിയെ വിമർശിക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർക്ക് ബിജെപിക്കെതിരെ വിമർശനം ഉയർത്താൻ കിട്ടിയ സുവർണാവസരം പ്രയോജനപ്പെടുത്തുകയാണെന്നാണ് ആരോപണം. ബിജെപിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പാർട്ടി ഫണ്ട് തട്ടിപ്പ്. ഒരു വശത്ത് അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറയുമ്പോഴും മറുവശത്ത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ കോടികൾ മുക്കുന്നത് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുമോ എന്നും പാർട്ടി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കേരളം ഉറ്റുനോക്കുകയാണ്. സന്ദീപ് വാര്യരുടെ പരിഹാസത്തിന് മറുപടി നൽകാൻ പാർട്ടി നേതാക്കൾക്ക് കഴിയുമോ അതോ മൗനം അവലംബിക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.